ഇന്നിപ്പോൾ എന്താ പറയുക, ടീച്ചറെ കല്യാണമാണ്. അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് വലിയൊരാളായി എന്നൊരു ഇത് വന്നു. ഞാനും അവളും തമ്മിൽ 2 ദിവസം വ്യത്യാസമുള്ളെങ്കിലും എനിക്കൊരു അമ്മ വൈബാണ് പുള്ളിക്കാരി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മ കളിക്കല്ലേ എന്ന് പറയുമെങ്കിലും അവളില്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും കല്യാണമൊക്കെ കഴിഞ്ഞു, മാള് മാറും, അവൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടും, അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യും. എനിക്ക് ചേട്ടനെ അറിയാം, കുറെ നാളായിട്ട് അറിയാവുന്നതാണ്. നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഒരു ജീവിക്കും. എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. കോളേജിൽ തൊട്ടാണ് അവന്റെ പ്രണയം തുടങ്ങണത്. കോളേജിൽ അവനൊരു സിഗ്മയായിരുന്നു, പക്ഷെ പിന്നെ അവനൊരു വൈങ്കിളിയായി തുടങ്ങി. പിന്നെ കോളേജില് ലവ്, കോളേജിലായിരുന്നില്ല, പുറത്തായിരുന്നു. പിന്നെ അവന്റെ പ്രണയം കാര്യങ്ങളൊക്കെ ആയിട്ട് വൈങ്കിളിയായി, പിന്നെ ഒരു സിഗ്മയായി, പിന്നെ വൈങ്കിളിയായി. അപ്പൊ അവന്റെ കല്യാണം വരെ എത്തി. സന്തോഷം, അവന് കല്യാണം കഴിക്കണേല് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം. എനിക്കും അതെ, നല്ല സന്തോഷമുണ്ട്. പാവമാണ്, രണ്ടുപേരും ഭയങ്കര പാവമാണ്. അവനും അതെ ഭയങ്കര കെയറൂട്ടനാണ്. എല്ലാ പെൺപിള്ളേർക്കും ഭയങ്കര കെയറൂട്ടനാണ് പുള്ളിക്കാരൻ. പക്ഷെ പാവമുണ്ട്, രണ്ടാളും ഭയങ്കര പാവമാണ്. ആ കൊച്ചും അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കാരെ. നല്ല അടിപൊളി കപ്പിൾസാണ്. ഞാൻ കല്യാണം കഴിച്ച എൻ്റെ കല്യാണം നടന്ന ആ ഒരു അമ്പലത്തിൽ തന്നെ അവളും എന്താ പറയുക, അവൾക്കും താലി ചാർത്തുന്നത് കണ്ടപ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവള് പ്രസവിച്ച് കഴിഞ്ഞിട്ടൊക്കെ ആദ്യമേ തന്നെ കണ്ട ഒരു ഇതും ഇപ്പോഴത്തെ ഒരു ഇതും തമ്മിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു ഇതാണ് തോന്നുന്നത് കാണുമ്പോൾ. കാരണം ഇപ്പോഴും നമുക്ക് ആ കുഞ്ഞെന്നുള്ള ഒരു ഇതും എപ്പോഴും മാറിയിട്ടില്ല. ഒരു വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വെക്കേഷൻ ഫുള്ള് തീരണവരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് ചേട്ടനായിട്ട്. എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചേട്ടനോടായിരിക്കും ഷെയർ ചെയ്യാറ്. ഭയങ്കര കമ്പനിയാണ് ചേട്ടനായിട്ട്, ഭയങ്കര കമ്പനിയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും നാൾ നമ്മളോട് ജോളിയായിട്ട് ഇരുന്ന ആള് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനുള്ള ചേട്ടനെ കല്യാണം കഴിക്കും എന്നുള്ളത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനുള്ള എന്താ പറയുക. സംഗീതും അനഘക്കും ഗോപിയക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ, ദീർഘകാലം ഒരു നല്ല ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഉള്ള പോലെ തന്നെ സന്തോഷകരമായിട്ട് പോട്ടെ. നീ
പോകും പാതയെങ്കിലും മൗനം നിലൈത്ത നെഞ്ചിലും കനാവിൽ എന്തൻ കാതൽ കൊണ്ടുവാ நான் செல்லும் தூரம் நீளினும் காலம் கலைந்து போயினும் நிலாவை போலே வானம் எங்கும் வா வினோதமா கலைக்குமோ அகம் என்